കാസർഗോഡ് വിദ്യാനഗറിൽ അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട നീന്തൽക്കുളം 3 മാസം കഴിഞ്ഞിട്ടും തുറന്നില്ല. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി 2 ആഴ്ചക്കകം തുറന്നു നൽകണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പ്രദേശം ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാണെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. വിദ്യാനഗറിലെ സെമി ഒളിമ്പിക്സ് നീന്തൽക്കുളമാണ് കഴിഞ്ഞ 3 മാസത്തിലധികമായി അടഞ്ഞുകിടക്കുന്നത്. പ്രവർത്തനം തുടങ്ങി 1 വർഷമാകുന്നതിനു മുമ്പാണ് നിർമ്മാണത്തിലെയും പരിപാലനത്തിലെയും അപാകത മൂലം നീന്തൽക്കുളം അടയ്ക്കേണ്ടി വന്നത്. ജലശുദ്ധീകരണത്തിനായുള്ള മോട്ടോറുകൾ കത്തുകയും ഷവറിന്റെ ടാപ്പുകളിൽ നിന്ന് ഷോക്കേൽക്കുകയും ചെയ്തതോടെ കുളം അടച്ചിടുകയായിരുന്നു. 1.5 കോടിയിലധികം ചെലവിട്ടായിരുന്നു നിർമ്മാണം. വൈദ്യുതീകരണത്തിലടക്കം അപാകതയുണ്ടെന്നാണ് ആക്ഷേപം. 2 ആഴ്ചക്കകം അറ്റകുറ്റപ്പണി നടത്തുമെന്നായിരുന്നു ഡിസംബർ ആദ്യത്തിൽ നീന്തൽക്കുളം അടക്കുമ്പോൾ അധികൃതർ അറിയിച്ചത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും കുളം അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി തുറന്നിട്ടില്ല. വൻ അഴിമതി തന്നെ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു ജനങ്ങൾക്കൊരു ഫലപ്രദമായിട്ട് ഒന്നും കിട്ടുന്നില്ല. പിന്നെ പോരാത്തതിന് സാമൂഹ്യ വിരുദ്ധർ കുറേ ഇവിടെ രാത്രി ഇങ്ങനെ വന്ന് തമ്പടിക്കുക, MDMA കഞ്ചാവ് അങ്ങനത്തെ എല്ലാം കുറേ പിള്ളേർ ഇടുന്നു. ഞങ്ങൾ എത്രയോ ആൾക്കാർ ഓടിച്ചതുകൊണ്ട് ഇടുന്നു. പിന്നെ അതിൻ്റെ സ്റ്റേഡിയത്തിൻ്റെ ബാക്ക് സൈഡ് കച്ചര വേസ്റ്റ് കൊടുന്നിടുക. ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ കളക്ടറെ കണ്ട്, ഞാൻ ഇവിടുത്തെ ക്ലബിൻ്റെ സെക്രട്ടറിയാണ്, കളക്ടറെ കണ്ട് പരാതി കൊടുത്ത് അവർ വന്ന് നോക്കി ചെക്ക് ചെയ്തിട്ടെല്ലാം പോയിട്ടുണ്ട്. എത്രയും വേഗം നീന്തൽക്കുളം തുറക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.